കണ്ണൂർ സ്റ്റേഷൻ മുതൽ കാട്ടാക്കട സ്റ്റേഷൻ വരെ നൂറുകണക്കിന് സ്റ്റേഷനുകളിൽ നൂറുകണക്കിന് പ്രതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ പല വിപുലമായ തരത്തിൽ ഈ ഹർത്താൽ നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ണൂരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു, പഴയങ്ങാടിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പഴയങ്ങാടിയിലൊക്കെ 109 പേർക്കെതിരെ കേസുണ്ടായത് ഒരു ഈ ഹർത്താലിലും ഉണ്ടാകാത്ത വിധം. അത് പിന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അത് 35 പ്രതികളാക്കി കുറച്ചു. കോട്ടയത്തൊന്നും ഒരു അനിഷ്ട സംഭവമില്ല, പക്ഷെ അവിടെയുണ്ട് 15 പ്രതികൾ. ഞാൻ കോട്ടയം പട്ടണത്തിൽ ഹർത്താൽ ദിവസം ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല, എന്നിട്ടും 15 പ്രതികളുണ്ട്. അതാണ് പോലീസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് 15 പ്രതികളെ വിട്ടു തരണം. അത് ഞങ്ങൾക്ക് റിപ്പോർട്ട് അയക്കാനുള്ളതാണെന്നാണ് പറയുന്നത്. സാങ്കേതികമായിട്ട് വെറുതെ നടക്കുന്ന മനുഷ്യരെ കുറ്റവാളികളാക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെമ്പാടും നടന്ന ഈ ഹർത്താലിൽ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതായി ഒരു കേസ് പോലുമില്ല.